to my channel SAMAA. അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഒരു മിനിച്ചർ കിച്ചണാണിത്. കിച്ചണല്ല, സാധനങ്ങളാണ്, കിച്ചൺ സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ ഞാൻ ഒരു റിയൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ചായ അതൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതൊക്കെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കൂലേ, ചായയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കപ്പാണ്. കുഞ്ഞി സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം. പിന്നെ ഇത് ഗ്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും, വെള്ളവും ചായയൊക്കെ കുടിക്കുന്ന കപ്പാണ്. സ്റ്റീലിൻ്റെ, എല്ലാം സ്റ്റീലിൻ്റെ കേട്ടോ. പിന്നെ ഇത് സ്പൂണ്. പിന്നെ ഇത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കണ ഒരു സാധനമുണ്ട്. പിന്നെ മൂടിയുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. പിന്നെ ഇത് കാസറോളാണ്, ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇട്ട് വയ്ക്കാനുള്ളതാണ്. അതിൻ്റെ വേറെ ഉണ്ട്. നെക്സ്റ്റ് ഇതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ഇഡ്ഡലിയാണ്. നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും. ഇഡ്ഡലിയൊക്കെ നമ്മൾ മാവൊക്കെ ഒഴിച്ചിട്ട് സ്റ്റീം ചെയ്യാനുള്ളതാണ്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് പ്ലേറ്റാണ്. നമ്മൾ ചോറും കറിയും ഒക്കെ കഴിക്കുന്ന പ്ലേറ്റാണ്. പിന്നെ ഇത് ഓരോന്നൊക്കെ ഫ്രൈ ചെയ്യില്ലേ, ഇതിൻ്റെ വലുതുണ്ട്, ഫ്രൈ ചെയ്യുന്ന സാധനമാണ്. നല്ല കുഞ്ഞു സാധനമാണ്. ഇത് പൊരിക്കുന്നത് എണ്ണയൊക്കെ ഇങ്ങനെ കളയാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. പിന്നെ ഇതും ചോറ് എടുക്കണതാണ്. പിന്നെ ഇത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തിരിച്ചിടാനൊക്കെ ഉള്ള ഒരു ഇതാണ്. പിന്നെ ഇതും ചോറിന് യൂസ്ഫുൾ ആവണ ഒരു സാധനം. ബീറ്ററാണ്, ഓരോന്നൊക്കെ മിക്സ് ചെയ്യാനുള്ള ഒരു സാധനമാണ്. പിന്നെ ഇത് മനസ്സിലായിട്ടുണ്ടാവും ഈ സാധനം കണ്ടപ്പോൾ, ചപ്പാത്തിയൊക്കെ പരത്താനുള്ള സാധനമാണ്. ഇത് സ്റ്റോറേജ് ബോക്സ് ആണ്. പിന്നെ അടുത്തത് ഇങ്ങനെ ഉപ്പ് ഇതൊക്കെ വെക്കാനുള്ളതാണ്. ഇതും ഇങ്ങനെ സ്റ്റോറേജ് ആണ്, കറിയൊക്കെ ഇട്ട് വെക്കാനുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇനി ചായ ഉണ്ടാക്കാം. അൺബോക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇനോഗ്രേഷൻ ചെയ്യാൻ പോവാണ്. ചായ ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ പോവാണ്. അപ്പം അതിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് അടുപ്പുണ്ടാക്കാം. അപ്പം ഞാൻ കല്ല് വെക്കാൻ പോവാണ്. ഞാൻ 3 കല്ല് എടുത്തിട്ടുണ്ട്. ഒരു കല്ല് ഇവിടെ വെച്ചു, പിന്നെ ഒരു കല്ല് ഇവിടെ വെച്ചു, പിന്നെ അവസാനത്തെ കല്ല് ഇവിടെ വയ്ക്കണം. ഞാൻ ഈ ഗ്യാപ്പ് ഇട്ടേക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിറക് വെക്കണ്ട, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗ്യാപ്പ് ഇട്ടേക്കണത്. നമുക്ക് പാത്രം വെക്കാം. അപ്പോൾ ഞാൻ വിറക് വെക്കാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ വെക്കണത്, ഇതിൻ്റെ ഇടയിലാണ് ഞാൻ വെക്കണത്. കുറച്ച് ഇത് വയ്ക്കാം നമുക്ക്. നെക്സ്റ്റ് ഇത് ഈ ഒരു സെറ്റ് മുഴുവൻ ഞാൻ വെക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ ഈ ഒരു സാധനമാണ് വെക്കുന്നത്. നമുക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് പേപ്പർ വയ്ക്കാം. ഈ ന്യൂസ് പേപ്പറിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തേക്കാണ്. ഇതും വയ്ക്കാം. ഞാൻ പാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് ചായ ഉണ്ടാക്കൽ തുടങ്ങാം. വെള്ളം ഒഴിക്കാൻ പോകുന്നതാ കത്തിച്ചിട്ടുണ്ട്.
ചായപ്പൊടിയും ഒരു പാത്രത്തിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ചായപ്പൊടി ഇടണം. ഇത് ഞാൻ മുഴുവൻ ഇടുന്നുണ്ട്, കാരണം ഇത് കുഞ്ഞതല്ലേ, അത് കാരണം ഇത് ഞാൻ മുഴുവൻ ഇടുന്നുണ്ട് ചായപ്പൊടി. നെക്സ്റ്റ് ഞാൻ ഷുഗർ ഇട്ടെടുക്കുകയാണ്. 2 ടീസ്പൂൺ ഇടുന്നുണ്ട്, കാരണം എനിക്ക് ഷുഗർ ഇട്ട ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ചായപ്പൊടിയും ഷുഗർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ തിളക്കണ വരെ വെയിറ്റ് ചെയ്യണം. നല്ല പുക വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചായ തിളച്ചുകൊണ്ടിരിക്കുന്നതിന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാണ്. ഞാനൊന്ന് മിക്സ് ചെയ്യാണ്, പഞ്ചസാര ഒക്കെ ഒന്ന് ഇതാവാൻ. പിന്നെ ഒരു കാര്യം പറയാൻ വന്ന് എൻ്റെ ഗസ്റ്റ് വന്നിട്ടുണ്ട്, അപ്പോൾ അതിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു നോക്കാം. അപ്പോൾ ഞാൻ കൊടുക്കുകയാണ് ഇതാണ്. സൂപ്പർ, താങ്ക് യു. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. കുഴപ്പമില്ല, നല്ല ചൂടുണ്ട്, പിന്നെ കുറച്ച് മധുരം കുറവാണ്, എന്നാലും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുഞ്ഞു ചായ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മിനിച്ചർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.